ഹലോ, ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു പുതിയ കാര്യമാണ്. നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ്. ഇത് നമ്മൾ സിലബസിലും കാര്യങ്ങളിലൊന്നുമില്ല. പക്ഷേ കുട്ടികളത് മനസ്സിലാക്കി വെക്കണം. നാം എത്രമാത്രം അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. അത് ഞാൻ പറയാൻ പോകുന്നത് പ്ലാസ്റ്റിക്കിനെ പറ്റി തന്നെയാണ്. പ്ലാസ്റ്റിക്കിനെ പറ്റി എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള വലിയൊരു ദ്വീപ്, പ്ലാസ്റ്റിക് ചണ്ടിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെ കൂടിച്ചേർന്നുകൊണ്ട് വലിയൊരു ദ്വീപ് ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളറിയാം. ആ വലിയൊരു ദ്വീപിനെ പറ്റിയെന്ന് പറയാൻ വേണ്ടി പോകുന്നത്, അത് പസഫിക് ഓഷ്യനിലാണ് രൂപം കൊണ്ടിട്ടുള്ളത്. പസഫിക് ഓഷ്യനിൽ ഇങ്ങനൊരു ദ്വീപസംഭവം ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. ഒരു സമുദ്ര ഗവേഷണ ശാസ്ത്രജ്ഞനായ തോമസ് മൂർ കടലിലൂടെ അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന അവസരത്തിൻ്റെ അടുത്താണ് ഇങ്ങനെയൊരു ദ്വീപ് ഇങ്ങനെയൊരു ഒരു സ്ഥലം അവിടെ രൂപപ്പെട്ടായിട്ട് അറിഞ്ഞത്. ദ്വീപ് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ദ്വീപാന്നുള്ളത് വളരെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ അനുയായികളെല്ലാം കൂടെ കൂടിയിട്ട് കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ പസഫിക് ഓഷ്യനിലെ ഏകദേശം പകുതി മുക്കാൽ ഭാഗം കടന്ന്, ഹാവായ് ദ്വീപ് കടന്ന് പകുതി മുക്കാൽ ഭാഗം കടന്നപ്പോൾ അദ്ദേഹത്തിന് ശ്വാസതടസ്സം നേരിട്ടു. വളരെ ശ്വാസതടസ്സം മാത്രമല്ല, പിന്നെ അവിടുത്തെ അന്തരീക്ഷമൊക്കെ വളരെ കലുഷിതമായിക്കണ്. പിന്നെ അന്തരീക്ഷം പൊടിപടലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സൂര്യപ്രകാശം പോലും കാണുന്നില്ല. അത്തരത്തിലുള്ള ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ കൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. വളരെ പേടി തോന്നി അദ്ദേഹത്തിന്. എന്താ സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിനും അനുയായികൾക്കും ശ്വാസം കിട്ടാതെ വന്നപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം തിരിച്ചു പോയിട്ട് വീണ്ടും കുറച്ച് അനുയായികളെ കൂട്ടി അദ്ദേഹം ഓക്സിജനൊക്കെ സംഭരിച്ച്, ഫുഡ് സംഭരിച്ച് അദ്ദേഹം കടലിലേക്ക് തന്നെ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പം അദ്ദേഹത്തിന് വീണ്ടും ഇതേമാതിരി തന്നെ അന്തരീക്ഷം വളരെ പ്രക്ഷുബ്ധമായി. ആ പ്രദേശത്തേക്ക് എത്തിയപ്പോൾ ശ്വാസം കിട്ടാതെ വന്നു. അങ്ങനെ കുറേയുംപാടെ മുന്നോട്ട് പോയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അവിടെ ഒരു ദ്വീപ് ഉണ്ടെന്നുള്ള കാര്യം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയൊരു ദ്വീപാണ്. സാധാരണഗതിയിൽ മണ്ണ് കൂടിയിട്ടുള്ള ഒരു രാജ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയത്. അങ്ങനെ കുറേ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അത് ചവറുകൂടാണെന്നുള്ളത്. ചവറുകൊണ്ട് ഒരു വലിയൊരു കൂമ്പാരത്തിൻ്റെ വലിയൊരു കൂമ്പാരമാണ് അദ്ദേഹം തോന്നിയത്. നോക്കിയപ്പോൾ എത്ര വലിപ്പമുണ്ട്! നമ്മുടെ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ, ഇംഗ്ലണ്ടിൻ്റെ ഏകദേശം 7 ഇരട്ടിയോളം വലിപ്പമുണ്ട്. അത് ആലോചിച്ച് നോക്കൂ. ഇംഗ്ലണ്ടിലെ ഏകദേശം 7 ഇരട്ടിയോളം വലിപ്പമുള്ള ഈ സ്ഥലം ഹവായ് ദ്വീപിന് കുറച്ച് അകലെയായിട്ടാണ് കിടക്കുന്നത്. ഇത് ഏകദേശം 1.6 മില്യൺ സ്ക്വയർ ഫീറ്റ് ഓളം വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഈ ഒരു ചവറുകൂടം. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായത് കുറേ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളുണ്ട്, പ്ലാസ്റ്റിക്കിൽ ബോട്ടിൽസ് ഉണ്ട്, സിറിഞ്ചുകളുണ്ട്, നമ്മൾ വെള്ളം കുടിച്ച് വലിച്ചെറിയുന്ന സിറിഞ്ചുകളുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ നെറ്റ്, മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള നെറ്റ് ഉണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൂമ്പാരമാണെന്ന് മനസ്സിലായി. പിന്നീട് അദ്ദേഹം പരിശോധിച്ചപ്പോഴാണ് അതിൻ്റെ 3 ഇരട്ടിയോളം താഴെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കൂമ്പാരവും അടിയിലേക്ക് പോലും കിടക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ആ പ്ലാസ്റ്റിക്കിൻ്റെ അടുത്ത് പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് 1.6ഉം 3.8 ട്രില്യൺ കണക്കിന് പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങൾ ആ ഭാഗത്തേക്ക് ഓരോ വർഷവും എത്തിപ്പെടുന്നുണ്ട്. ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മളിവിടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ, ചെറിയ കുപ്പികൾ, ഇതെല്ലാം അവസാനമായിട്ട്
പുഴ വഴി കടലിലേക്ക് എത്തിപ്പെട്ട് അവിടുന്ന് അതിൻ്റെ വിഘടിച്ച് അത് അവസാനം പസഫിക് ഓഷ്യനിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 60-ൽ ഉപയോഗിച്ച പ്ലാസ്റ്റിക് പോലും അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിൽ അദ്ദേഹം എത്തിയിട്ടുള്ളത്. അപ്പം ഇത് അദ്ദേഹത്തിന് വലിയൊരു ഷോക്കായിപ്പോയത് ഈ പ്രദേശത്ത് ഒറ്റ ജീവി മീനുകൾ പോലുമില്ല, മീനുകളില്ലാത്ത പക്ഷികളില്ലാത്ത പിന്നെ അവന്മാർ തന്നെ ഒരു ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് അദ്ദേഹത്തിന് ഈ പ്രദേശത്തെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ കണങ്ങൾ സൂര്യതാപമേറ്റിട്ട് ഇത് വിഘടിക്കും. പിന്നെ അതിൽ നിന്ന് ധാരാളം കാർബൺ ഡയോക്സൈഡ്, ഫ്യൂറൈഡ്, അങ്ങനെ പല വിധത്തിലുള്ള വാതകങ്ങളുണ്ടായി വരും. ഈ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിപ്പെട്ടിട്ട് ആ പ്രദേശത്തെ വായുമർദ്ദം കുറഞ്ഞ പ്രദേശമാക്കി തീർക്കുന്നു. അത് പ്രധാനപ്പെട്ടതാണ്. വായുമർദ്ദം കുറഞ്ഞ പ്രദേശമാക്കി തീർക്കുന്നു ആ പ്രദേശം കംപ്ലീറ്റ്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ആർട്ടിക് പ്രദേശത്തു നിന്നും അന്റാർട്ടിക് പ്രദേശത്തു നിന്നും ധാരാളം തണുത്ത കാറ്റുകൾ അങ്ങോട്ടേക്ക് വീശുകയും അതിൻ്റെ ഫലമായിട്ട് ആ പ്രദേശം ന്യൂനമർദ്ദ മേഖലയായി തീരുകയും ചെയ്യും. ന്യൂനമർദ്ദ മേഖല രൂപം കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അധികം താമസിയാതെ അവിടെ ചുഴലിക്കാറ്റിന് സാധ്യതയുള്ള ഡിപ്രഷനായിട്ട് മാറുകയും പല രാജ്യങ്ങളുടെയും തീരപ്രദേശങ്ങളിലേക്ക് അവ ആഞ്ഞു വീശുകയും ചെയ്യും. ഈ കാറ്റുകൾ അമേരിക്കൻ തീരപ്രദേശത്തേക്ക് നിരന്തരമായിട്ട് അടുത്ത കാലത്ത് വീശുന്നുണ്ട്. അടുത്ത് നമുക്ക് നോക്കിയാൽ ചരിത്രത്തിൽ അമേരിക്കയുടെ കൊടുങ്കാറ്റ് രൂപപ്പെട്ടിട്ടുള്ള ചരിത്രത്തിലേക്ക് പരിശോധിച്ചാൽ നമുക്കൊരു സത്യം കാണാൻ വേണ്ടി കഴിയും. അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ കാലവർഷക്കെടുതികൾ മാത്രമല്ല ഡിപ്രഷൻ മൂലം രൂപം കൊണ്ടിട്ടുള്ള കൊടുങ്കാറ്റുകൾ ഈ 2000-നും 2022-നും ഇടയിലാണ് ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. അമേരിക്കൻ തീരപ്രദേശത്ത് രൂപം കൊള്ളുന്ന നിരന്തരമായി രൂപം കൊള്ളുന്ന ഇത്തരത്തിലുള്ള കൊടുങ്കാറ്റാണ്. അപ്പം ഈ അമേരിക്കൻ GDPയുടെ 10% കൂടുതൽ ഈ കൊടുങ്കാറ്റിൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തമായി കാണുന്നത്. രണ്ടാമത്തത് ഒരു പോയിന്റ് എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം കടലിലേക്ക് വലിച്ചെറിയുന്ന ഓരോ വസ്തുക്കളും, ഓരോ മാലിന്യങ്ങളും അത് തിരിച്ചിട്ട് നമ്മളിലേക്ക് തന്നെ വരുന്നു എന്നുള്ളതാണ് മനസ്സിലായത്. ബൂമറാങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എറിഞ്ഞ സാധനം അതേപോലെ തന്നെ നമ്മളിലേക്ക് വരുന്നു. ഇപ്പോൾ നമ്മളവിടെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിട്ടുള്ള കാറ്റ് ലാൻഡ് സ്ലൈഡിങ്, വയനാട്ടിലുണ്ടായ ലാൻഡ് സ്ലൈഡിങ്, പിന്നെ അവന്മാർ 2018 ഉണ്ടായിട്ടുള്ള അതിപ്രളയം, ഇതൊക്കെ ഇത്തരത്തിലുള്ള ന്യൂനമർദ്ദത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ടുള്ളതാണ്. ന്യൂനമർദ്ദം അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ്. ഇത്തരം വിഷയങ്ങളൊന്നും പത്രമാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല എന്നുള്ളതാണ് വേറൊന്നും പറയാനുള്ളത്.